ഒരു സഹോദരനും സഹോദരിയും കാണാതാകുന്നു. ആ കേസ് അന്വേഷിക്കുവാനായി എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമായിരുന്നു. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് ക്രൈം ത്രില്ലർ സീരീസ് ആയ റാക്കിന്റെ കഥ നോക്കിയാലോ? ടോട്ടൽ 8 എപ്പിസോഡുകളാണുള്ളത്. ഇന്ന് നമുക്ക് 4 എപ്പിസോഡിന്റെ കഥ നോക്കാം. എങ്കിൽ വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. കഥ നടക്കുന്നത് ഡൽഹിയിലാണ്. സ്കൂൾ വിദ്യാർത്ഥിനിയായ സുമൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തന്റെ സഹോദരനെ കാത്തു നിൽക്കുകയാണ്. സഹോദരൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവർക്ക് ബസ് മിസ്സായി പോകുന്നു. അതുകൊണ്ട് തന്നെ അതുവഴി വരുന്ന കാറിലെ ലിഫ്റ്റ് ചോദിച്ചാണ് രണ്ടാളും വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് സുമന്റെ ഫാമിലിയെ കുറിച്ചാണ് കാണിക്കുന്നത്. സുമന്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരനും പിന്നെ സുമനുമാണുള്ളത്. സുമന്റെ അച്ഛൻ ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. സുമൻ നന്നായിട്ട് പാട്ട് പാടും. അതുകൊണ്ട് തന്നെ സുമന് റേഡിയോയിൽ പാടുവാനായിട്ടുള്ള ഒരു അവസരവും കിട്ടിയിരിക്കുന്നു. പാട്ട് പാടുവാൻ പോകുവാനായിട്ട് അവൾ റെഡിയാവുകയാണ്. ലേറ്റായി കഴിഞ്ഞാൽ തന്റെ കൂട്ടുകാരിയെ കൊണ്ട് പാടിക്കും. അതുകൊണ്ട് എത്രയും വേഗം പോകണമെന്നും സുമൻ പറയുന്നു. എന്നാൽ അച്ഛന് വേറൊരു തിരക്കുള്ളത് കൊണ്ട് തന്നെ സഹോദരനൊപ്പം പോകുവാൻ വേണ്ടിയിട്ടാണ് അമ്മയും അച്ഛനും പറയുന്നത്. അങ്ങനെ സുമനാണെങ്കിലോ തന്റെ സഹോദരനൊപ്പം റേഡിയോയിൽ പാടുവാനായിട്ടും പോകുന്നു. കുറേ സമയം കഴിഞ്ഞ് സുമന്റെ പാട്ട് വരുന്ന സമയമായി. അച്ഛനും അമ്മയും അവളുടെ പാട്ട് കേൾക്കുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതേസമയം സുമന് പകരം പാട്ട് പാടിയത് സുമന്റെ കൂട്ടുകാരിയായിരുന്നു. അയ്യോ, സുമൻ എന്തു പറ്റി? ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരി കൊണ്ട് പാടിക്കുമെന്ന് പ്രത്യേകം സുമൻ പറഞ്ഞിരുന്നു. ഇനി സുമൻ ലേറ്റായോ എന്ന ചിന്ത അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നു. ഉടനെ തന്നെ അച്ഛനാണെങ്കിൽ സുമനെ അന്വേഷിച്ച് റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തും. എന്നാൽ അവിടെ സുമന്റെ കൂട്ടുകാരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സുമൻ എവിടെയെന്ന് തിരക്കുമ്പോൾ സുമനത്തിൽ നിന്ന് വന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പാടിയതെന്നും കൂട്ടുകാരി പറയുന്നു. സുമൻ എവിടെ പോയി എന്ന ടെൻഷനായി അച്ഛന്. ഉടനെ തന്നെ അച്ഛനാണെങ്കിൽ സുമനെ അന്വേഷിച്ച് അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്കൊക്കെ പോകും. പക്ഷേ അവിടെയൊന്നും സുമൻ ചെന്നിട്ടേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് ബോംബെയാണ് കാണിക്കുന്നത്. തിയേറ്ററിലേക്ക് തന്റെ ഗേൾഫ്രണ്ടിനൊപ്പം സിനിമ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയതായിരുന്നു ഒരു ബിസിനസ്സുകാരൻ. അയാൾ ആ തിയേറ്ററിലിരുന്ന് ഗേൾഫ്രണ്ടുമായിട്ട് നന്നായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ബാബു എന്നും രാജു എന്നും പേരുള്ള 2 പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ്സുകാരൻ വാഷ്റൂമിൽ പോയ സമയം അയാളുടെ പിന്നാലെ ബാബുവും രാജുവും പോകും. എന്നിട്ട് അയാളെ ഒരുപാട് കളിയാക്കുകയാണ്. അത് കേട്ട് അയാൾക്ക് വല്ലാതെ ദേഷ്യം വരികയും ഉടനെ തന്നെ അവരെ തല്ലുവാനായിട്ടും പോകുന്നു. എന്നാൽ ബാബുവും രാജുവും ബിസിനസ്സുകാരനെ തിരികെ തല്ലുകയും അയാളുടെ പേഴ്സ് അടിച്ച് മാറ്റുകയും ചെയ്യും. പേഴ്സിലുണ്ടായിരുന്ന കാശും എടുത്തുകൊണ്ടാണ് രണ്ടാളും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. സെക്യൂരിറ്റി പിടികൂടുവാനൊക്കെ ശ്രമിക്കും. പക്ഷേ നടക്കുന്നതേയില്ല. അവന്മാർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി വീണ്ടും ഡൽഹിയാണ് കാണിക്കുന്നത്. ഡൽഹിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ മകനുള്ള ഫുഡുമായിട്ട് എത്തുകയാണ് അച്ഛൻ. ആ അച്ഛന്റെ മകൻ സ്റ്റേഷനിലെ SI ആണ്. അതാണ് നമ്മുടെ കഥാനായകനായ JP. JP നന്നായിട്ടിരുന്ന് പഠിക്കുകയാണ്. ഇനി എന്തായാലും ആഹാരമൊക്കെ കഴിച്ചിട്ടിരുന്ന് പഠിച്ചാൽ മതിയെന്ന് അച്ഛൻ അവനോട് പറയുന്നു. JP SI ആയിട്ട് ഉയർന്ന പൊസിഷനിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എഴുതുവാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. JP ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം JPക്ക് ഒരു കോൾ വരുന്നു. സുമനും സുമന്റെ സഹോദരനും മിസ്സിംഗ് ആയ കേസിനെ കുറിച്ചാണ് JPക്ക് കോൾ വന്നതും. ഉടനെ തന്നെ JPയും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും സുമന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആർമി ഉദ്യോഗസ്ഥന്റെ മക്കളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് നല്ല സെൻസേഷണൽ ആവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല കാശുകാരുടെ മക്കളായതുകൊണ്ട് തന്നെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതായിരിക്കുമെന്ന ചിന്തയൊക്കെ JPക്കും കൂടെയുള്ള പോലീസുകാർക്കും ഉണ്ടാകുന്നു. ആ ഒരു കാര്യം JP സുമന്റെ അച്ഛനോട് പറയുന്നുണ്ട്. ആരെങ്കിലും കോള് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാശ് ചോദിച്ച് ഉറപ്പായിട്ടും ആരെങ്കിലും വിളിക്കാതിരിക്കില്ല. 2 പേരെയും നമുക്കുടനെ കണ്ടെത്താമെന്നും JP പറയുന്നു. അതേ സമയമായിരുന്നു സുമന്റെ അച്ഛനൊരു കോള് വരുന്നത്. സുമനെയും സുമന്റെ സഹോദരനെയും പോലുള്ള 2 പേരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ വരണമെന്നായിരുന്നു വിളിച്ചാൽ പറഞ്ഞത്. വിളിച്ചത് അവരുടെ ബന്ധുവായിരുന്നു. ഉടനെ തന്നെ സുമന്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് എത്തും. പേടിയോട് കൂടിയാണ് അകത്തേക്ക് കടക്കുന്നത്. പക്ഷേ ഇത് സുമനും സുമന്റെ സഹോദരനുമായിരുന്നില്ല. പുറത്തിറങ്ങിയ സുമന്റെ അച്ഛൻ സമാധാനത്തോടു കൂടി ആ ബന്ധുവായ പയ്യനോട് അത് സുമനും സഹോദരനുമല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. അതേസമയം ബോംബെയിൽ നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. 8 ദിവസങ്ങൾക്ക് മുൻപ് ബാബുവും രാജുവും ഈ മോഷണമൊക്കെ നിർത്തണമെന്നും തീരുമാനിക്കുന്നു. ബാബുവിനാണ് നല്ല ആഗ്രഹം. പക്ഷേ രാജു പറയുന്നത് മോഷണമൊന്നും നമുക്ക് നിർത്തിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? എന്നാൽ ഇതൊന്നും വലിയൊരു കാര്യം ചെയ്യണം. അതിലൂടെ ഒരുപാട് കാശ് സമ്പാദിക്കണമെന്നൊക്കെ ബാബുവും രാജുവും തീരുമാനിക്കുന്നു. അതിനുശേഷം ഡൽഹിയാണ് കാണിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ സുമനും സുമന്റെ സഹോദരനും വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തുകയാണ്. കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരുത്തിനെ കണ്ടുപിടിച്ച് അയാളെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. നീയാണോ സുമനെയും സഹോദരനെയും കടത്തിക്കൊണ്ടു പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഒരു പണിയൊക്കെ നിർത്തിയെന്നുള്ള കാര്യം അയാൾ പറയുമ്പോൾ നിന്നെ പോലെ കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന മറ്റാരുണ്ട്? അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുവാനായിട്ടും JP പറയുന്നു. അങ്ങനെ ആരൊക്കെ ഈ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം ലിസ്റ്റ് എഴുതി വാങ്ങുകയാണ്. അതേസമയം JPക്ക് ഒരു വിവരം കിട്ടുന്നു.
സുമനും സഹോദരനും റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയം അവർക്കൊരു ബൈക്കുകാരൻ ലിഫ്റ്റ് കൊടുത്തിരുന്നു. അയാളെ എത്രയും വേഗം കണ്ടെത്തണമെന്നും JP പറയുന്നുണ്ട്. മറ്റൊരു വശത്ത് ബോംബെയിൽ നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. ബാബുവും രാജുവും ചേർന്ന് ഒരു പണക്കാരന്റെ വീട്ടില് കൊള്ളയടിക്കുവാനായി കയറിയിരിക്കുകയാണ്. ആ വീട്ടിലിപ്പോൾ ഒരു മുത്തശ്ശനും മുത്തശ്ശന്റെ കൊച്ചുമകനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തശ്ശനെ അടിച്ചിട്ടതിനു ശേഷം വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുവാനായിട്ടും രണ്ടാളും തീരുമാനിക്കുന്നു. അങ്ങനെ രാജു നിന്ന് എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ബാബുവിനെ കാണുന്നില്ല. ബാബു എവിടെയെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ആ കൊച്ചു പയ്യനിലെ മുത്തശ്ശന്റെ കൊച്ചുമകൻ അവനെ കടത്തി വച്ചിരിക്കുകയാണ്. അവനെ പിടികൂടിയ ബാബു പറയുന്നുണ്ട്, നമുക്ക് ഇവന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് വാങ്ങാം, ഇവനെ കടത്തിക്കൊണ്ട് പോകാമെന്നുള്ള കാര്യമൊക്കെ ബാബു പറയുന്നു. അതേസമയം JPയും കൂട്ടരും സുമനും സുമന്റെ സഹോദരനും വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. സുമനും സഹോദരനും വീട്ടിൽ നിന്നും റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്ന അത്രയും സ്ഥലം, ആ ഒരു സ്ഥലം മുഴുവൻ ചെക്ക് ചെയ്യണം, വിജനമായ പ്രദേശങ്ങളെല്ലാം കയറി ചെക്ക് ചെയ്യണമെന്നും JP പറയുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വിജനമായ പ്രദേശങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി ആയതുകൊണ്ടും മഴ പെയ്യുന്നതുകൊണ്ടും തിരികെ പോകാമെന്ന് പോലീസുകാർ തീരുമാനിച്ചു. അടുത്ത ദിവസം അതേ സ്ഥലത്ത് തന്നെ ഒരാൾ ആട് മേയ്ക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നോക്കുമ്പോഴോ സുമന്റെയും സഹോദരന്റെയും ഡെഡ് ബോഡി ആയിരുന്നു. ഉടനെ തന്നെ അയാൾ പോലീസിൽ വിവരം അറിയിക്കും. പോലീസുകാരും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുടെ ഡെഡ് ബോഡി കാണുന്ന JPക്ക് വല്ലാതെ സങ്കടമാകും. ഇതേ സ്ഥലത്തല്ലേ അവർ തലേ ദിവസം അന്വേഷണം നടത്തിയത്. പക്ഷേ എന്നിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. കുറച്ചുകൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ കുട്ടികളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു, രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ടെൻഷനൊക്കെ JPക്ക് വരുന്നു. സാറേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും സാറ് ടെൻഷൻ അടിക്കാതെ എന്ന് പ്രത്യേകം കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. അതേസമയം SP അവിടേക്ക് വരും. മരണപ്പെട്ടത് ആർമി ഉദ്യോഗസ്ഥന്റെ മക്കളായതുകൊണ്ട് തന്നെ ഈ കേസ് വലിയ പ്രശ്നമാകും. അതിനു മുൻപ് കൊലയാളികളെ കണ്ടെത്തണമെന്നും SP പറയുന്നു. അതേ സമയത്തായിരുന്നു ആർമി ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തുന്നത്. തന്റെ രണ്ട് മക്കളുടെയും ഡെഡ് ബോഡി കണ്ട് അയാൾ പൊട്ടിക്കരയുന്നു. അലറി വിളിക്കുകയാ ചെയ്യുന്നത്. കുട്ടികൾക്ക് രണ്ടുപേർക്കും ലിഫ്റ്റ് കൊടുത്തത് ഒരു ബൈക്കുകാരനാണെന്ന് പറഞ്ഞിരുന്നില്ലേ? അയാൾ ഒരു സിംഗാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള എല്ലാ സിംഗുമാരെയും കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ചോദ്യം ചെയ്ത ആരും തന്നെ പിള്ളേർക്ക് ലിഫ്റ്റും കൊടുത്തിട്ടില്ല. അതേസമയം അവിടേക്ക് മറ്റൊരു സിംഗ് വരുന്നു. ഞാനാണ് അവർക്ക് രണ്ടുപേർക്കും ലിഫ്റ്റ് കൊടുത്തത് എന്നുള്ള കാര്യം അയാൾ തുറന്നു പറയും. അയാൾ പറയുന്നത്, എനിക്ക് പോകേണ്ട വഴി മറ്റൊന്നായിരുന്നു, അവർക്ക് പോകേണ്ടത് മറ്റൊരു വഴിയും. എന്നാൽ ഞാൻ അവരെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ടാണ് പോയതെന്നുള്ള കാര്യവും സിംഗ് പറയുന്നു. രണ്ട് കുട്ടികളെയും ഇറക്കിവിട്ട ബസ് സ്റ്റോപ്പും അയാൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമല്ലേ എന്നുള്ള കാര്യം JP ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കുട്ടികളെ റേഡിയോ സ്റ്റേഷനിൽ ഇറക്കി വിട്ടേനെ എന്നും സിംഗ് പറയുന്നു. അങ്ങനെ സുമന്റെയും സുമന്റെ സഹോദരന്റെയും മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിയുകയാണ്. മറ്റൊരു വശത്ത് ബാബുവിനെയും രാജുവിനെയും കാണിക്കുന്നു. ബാബു ആണെങ്കിലോ ആ കടത്തി വെച്ചിരിക്കുന്ന കൊച്ചിന്റെ അച്ഛനെ വിളിച്ചിട്ട് കാശ് ചോദിക്കുകയാണ്. താൻ പറയുന്ന സ്ഥലത്തേക്ക് കാശുമായി എത്തണം, മറ്റാരെങ്കിലും വിവരം അറിയിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കൊന്നുകളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അതിനുശേഷം ബാബു തന്റെ കാമുകിയായ രമ്യയെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ബോംബെയിലുള്ള ഒരു ഹോസ്പിറ്റലിലെ നഴ്സായിട്ടാണ് രമ്യ വർക്ക് ചെയ്യുന്നതും. എന്നാൽ രമ്യയ്ക്ക് ബാബു ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് നല്ല സംശയമുണ്ട്. നീ എന്ത് ജോലിയാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എന്തായാലും ഉടനെ തന്നെ കുറേ കാശ് സമ്പാദിക്കും, അത് കഴിഞ്ഞ് നമുക്ക് സുഖമായി ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാബു പോകുന്നത്. പക്ഷേ ബാബുവിന്മേൽ രമ്യയ്ക്ക് നല്ല സംശയമുണ്ടാകുന്നു. അതേസമയം രാജുവിനെ കാണിക്കും. ഈ രാജുവാണെങ്കിലോ ഒരു പേടി സ്വഭാവമുള്ള ആളാണ്. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് പേടിക്കും. ബാബുവിന്റെ ധൈര്യത്തിനാണ് ഈ രാജു നിൽക്കുന്നത്. ഇപ്പോൾ ദേ അവർ കടത്തി വെച്ചിരിക്കുന്ന പയ്യൻ രാജുവിന്റെ കൺട്രോളിലാ ഉള്ളത്. ആ പയ്യന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ രാജു അവനെയും കൊണ്ട് ഒരു റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തേക്കാണ് വരുന്നത്. എന്നിട്ട് രാജു തിരിഞ്ഞു നിൽക്കും. ആ പയ്യനോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവൻ രക്ഷപ്പെട്ടു പോകുന്നു എന്നൊക്കെ അറിയണമല്ലോ. എന്നാൽ കുറേ നേരം കഴിഞ്ഞതും അവന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കേൾക്കുന്നതേയില്ല. തിരിഞ്ഞു നോക്കുമ്പോഴോ അവൻ ദേ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. രാജു അവന്റെ പിന്നാലെയും പോവുകയാണ്. അതേസമയം ബാബു കുട്ടിയുടെ അച്ഛനോട് കാശ് ചോദിച്ചിരുന്നല്ലോ. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ സ്ഥലത്ത് കാശും വെച്ചിട്ട് പോകുന്നു. എന്നാൽ ബാബു ചെന്ന് ആ കാശെടുത്ത് നോക്കുമ്പോഴോ അതിനുള്ളിൽ കാശൊന്നുമില്ല. അതേസമയം പോലീസുകാർ ബാബുവിനെ വളഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ എന്നെ പിടികൂടുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നല്ലേ? കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോലീസുകാരിൽ നിന്നും ബാബു രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു.
മറ്റൊരു വശത്ത് JP നേരെ എത്തിയിരിക്കുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കാണ്. ഏകദേശം ഈ ഒരു കഥ നടക്കുന്നത് 70 കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിഭാഗമൊക്കെ ഡെവലപ്പായി വരുന്നതേയുള്ളൂ. ഫോറൻസിക് വിഭാഗം ഡോക്ടർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ JPയോട് പറയുന്നു. ഷാർപ്പായിട്ടുള്ള ആയുധം ഉപയോഗിച്ചാണ് കുട്ടികളെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏകദേശം ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാളില്ലേ, അതുപോലത്തെ ഒരു ആയുധമാണെന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പോലത്തെ വാളോ? അതെങ്ങനെ ശരിയാകും? അതെ, റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു ആയുധം കൊണ്ടാണ് കുട്ടികളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല എന്നും ഡോക്ടർ പറയുന്നു. മാത്രവുമല്ല, ആ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച സമയത്ത് നിന്നും ഒരു കാറിന്റെ പൊട്ടിയ കണ്ണാടി കിട്ടിയിട്ടുണ്ട്. അതിൽ പച്ച കളറും പറ്റിയിരിക്കുന്നുണ്ട്. പച്ച കളർ കാറിലായിരിക്കാം കുട്ടികളെ കടത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യവും ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട്. അതേസമയം JP ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിപ്പിക്കുന്നു. കാരണം ഇത്രയും നാളായിട്ടും കേസിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും JP കണ്ടെത്താത്തത് കൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥന് കേസ് കൈമാറുവാൻ വേണ്ടിയിട്ടും SP തീരുമാനിച്ചിരിക്കുന്നു. സാറേ, ഇപ്പോഴല്ലേ എന്റെ കയ്യിൽ കേസ് വന്നത്, എനിക്ക് കുറച്ച് സമയം കൂടി തരണമെന്നും JP പറയുമ്പോഴോ, എന്തായാലും എക്സാമിന് വേണ്ടിയിട്ട് നീ പ്രിപ്പയർ ചെയ്യുകയല്ലേ, ആ ഒരു കാര്യം നോക്കുവാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടാണ് SP അവിടെ നിന്ന് പോകുന്നത്. മറ്റൊരു വശത്ത് ബാബുവിനെയും രാജുവിനെയും കാണിക്കുന്നു. ബാബു പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് രാജുവിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെ കാശെന്ന് രാജു ചോദിക്കുമ്പോൾ അവരെന്നെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നോക്കി. പോലീസ് എന്നെ പിടികൂടുമായിരുന്നു, പക്ഷേ ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടത്. ഇവന്റെ അച്ഛനാ അത് ചെയ്തത്. ഇനി ഇവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാബു ആ പയ്യനെ കൊല്ലുവാനായിട്ടും പോകുന്നു. പക്ഷേ രാജു തടയും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞ് തടയുവാനായിട്ട് നോക്കിയിട്ടും ബാബു കേൾക്കുന്നതേയില്ല. ആ പയ്യനെ കൊന്നേ അടങ്ങു ബാബു. ഉടനെ തന്നെ രാജു ആണെങ്കിലോ അവനെ തടയുകയും രണ്ടാളും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. ഫൈറ്റിനൊടുവിൽ രാജു ബാബുവിന്റെ കഴുത്തിൽ അമർത്തി പിടിക്കുകയാണ്. ഒടുവിൽ ബാബു പറയുന്നുണ്ട്, എന്നെ വിട്, ഞാൻ ഒന്നും ചെയ്യില്ല. ആ പയ്യനെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അവൻ വാക്ക് കൊടുത്തതോടു കൂടിയാണ് രാജു പിടിവിട്ടതും. എന്നാൽ അതേസമയം ആ പയ്യൻ ഇതെല്ലാം കണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ ബാബു എത്ര തവണ പറഞ്ഞിട്ടും പയ്യൻ കേട്ടതേയില്ല. രാജു തിരിഞ്ഞ തക്കം നോക്കി ബാബു ആ പയ്യനെ കൊന്നുകളയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ന്യൂസ് റിപ്പോർട്ടറായ മാലിനിയെ കാണിക്കുന്നു. മാലിനി തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ ഹോസ്റ്റലിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ മാലിനിയെ കാത്ത് JP ഉണ്ടായിരുന്നു. JPയും മാലിനിയും തമ്മിൽ പ്രണയത്തിലാ. JP തന്റെ സങ്കടമെല്ലാം മാലിനിയോട് തുറന്നു പറയും. കേസിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നുള്ള കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. മാത്രവുമല്ല, ആ കുട്ടികളുടെ രണ്ടുപേരുടെയും ഫോട്ടോ JPയുടെ കൈവശമുണ്ടായിരുന്നു. ഫോട്ടോയും കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം മാലിനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യെന്ന് മാലിനിയോട് അവൻ പ്രത്യേകം പറയുന്നു. മാത്രവുമല്ല, JP ഒരു കാര്യം കൂടി ചിന്തിക്കുകയാണ്. എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നാളെയല്ലേ കേസ് കൈമാറൂ. ഇന്നത്തെ ഒരു രാത്രി മുഴുവനില്ലേ, ഇതിനിടയിൽ വെച്ച് എന്തെങ്കിലും കണ്ടെത്തണമെന്നും JP തീരുമാനിക്കുന്നു. അതേസമയം മരണപ്പെട്ടു പോയ കുട്ടികളുടെ അമ്മയെ കാണിക്കുകയാണ്. കുട്ടികളുടെ അമ്മ ഒരു സ്കൂൾ അധ്യാപികയാ. പേപ്പർ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം സുമന്റെയും സഹോദരന്റെയും മരണവാർത്ത റേഡിയോയിൽ കേൾക്കുന്ന സമയം. ബന്ധുവായ പയ്യൻ അത് ഓഫാക്കുവാനായി നോക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ള രീതിയിൽ സുമന്റെ അമ്മ കണ്ണു കാണിക്കും. രണ്ടു കുട്ടികളും മരണപ്പെട്ടതിൽ പിന്നെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് സുമന്റെ അമ്മ കടന്നു പോകുന്നത്. അതേസമയം JP നേരെ എത്തുന്നത് കുട്ടികളുടെ ഡെഡ് ബോഡി കിട്ടിയ ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എത്തുമ്പോഴോ രാത്രി ഒരാൾ അവിടെ നിൽക്കുന്നു. ആരാ എന്നറിയുവാൻ വേണ്ടിയിട്ട് JP ലൈറ്റ് അടിച്ച് ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് മരണപ്പെട്ടു പോയ കുട്ടികളുടെ അച്ഛൻ. അച്ഛനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാ കടന്നു പോകുന്നത്. അച്ഛൻ പറയുന്നത് സുമൻ ധൈര്യശാലിയാണ്, പക്ഷേ സഹോദരൻ അങ്ങനെയല്ല. അവൻ ഇരുട്ടെന്ന് വെച്ചാൽ പേടിയാ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിലാണ് അവരുടെ ഡെഡ് ബോഡി കിട്ടിയത്. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അച്ഛൻ പറയുന്നു. JP അച്ഛനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. JP തിരികെ വരുന്ന സമയം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയത്ത് ഒരു കാർ നിയന്ത്രണം വിട്ട് വരികയാണ്. JPയുടെ ജീപ്പിലിടിച്ച് കാർ ഒരു കുഴിയിലേക്കും വീഴുന്നു. എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് JP ഇറങ്ങി നോക്കുമ്പോഴോ അതൊരു പച്ച കളർ കാറായിരുന്നു. പച്ച കളർ കാറല്ലേ ഞാനും അന്വേഷിക്കുന്നതെന്നും JP ചിന്തിക്കുന്നു. ഉടനെ തന്നെ കാറിനടുത്തേക്ക് ചെല്ലും. പക്ഷേ കാറിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാറിന്റെ ഡോറൊക്കെ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് സീറ്റിലെല്ലാം രക്തം കിടക്കുന്നുണ്ട്. അതോടുകൂടി JPയുടെ സംശയമൊക്കെ ഉറപ്പായി. ഉടനെ തന്നെ കാറ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്തതിനു ശേഷം ആ കാറിൽ നിന്നും വാളൊക്കെ കണ്ടെത്തുന്നു. വാൾ ഉപയോഗിച്ചാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യം ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ, ആ വാളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും. അതോടുകൂടി ഈ കാർ ഉപയോഗിച്ചിരുന്ന ആരോ ആണ് കൊല നടത്തിയിരിക്കുന്നതും. ഇതേ കാറിൽ തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയത് എന്നുള്ള കാര്യവും
പോലീസുകാർ ഉറപ്പിക്കുന്നു. അതേസമയം SP യോട് JP പ്രത്യേകം പറയുന്നുണ്ട്, സാർ എനിക്ക് കുറച്ചുകൂടി സമയം തരണം, ഞാൻ ഈ ഒരു കേസിന് പിന്നിലുള്ള ആളിനെ കണ്ടുപിടിക്കുമെന്നും JP പറയുമ്പോൾ, ശരി, നിനക്ക് 48 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ കൊലയാളി ആരാണെന്നുള്ള കാര്യം കണ്ടെത്തണമെന്നും പറഞ്ഞിട്ടാണ് SP പോകുന്നത്. അതേസമയം ബാബുവും രാജുവും ആ പയ്യനെ കൊന്നതിന് ശേഷം നാട് വിട്ടു പോവുകയാണ്. അവർ ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്കാണ് ട്രെയിൻ കയറിയിരിക്കുന്നതും. ഡൽഹിയിലേക്ക് വന്ന ബാബുവും രാജുവും ഫുഡ് കഴിക്കുവാനായി ഒരു സ്ഥലത്തിരിക്കുക. ബാബുവിനോട് രാജു മിണ്ടുന്നതേയില്ല. നീ എന്നോട് ക്ഷമിക്കേ, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ, ഇനി എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നീ പറയുന്നതേ ഞാൻ കേൾക്കൂ എന്നുള്ള കാര്യവും ബാബു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കും അവിടെ ജോലിക്ക് കയറാം, ഇനിയെങ്കിലും അധ്വാനിച്ച് ജീവിക്കാമെന്നും രാജു പറയുന്നു. അതിന് ബാബു സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് ആർമി ഉദ്യോഗസ്ഥൻ ഫോറൻസിക് റിപ്പോർട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്നും തീരുമാനിക്കുന്നു. തന്റെ മക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയെങ്കിലും അറിയണമെന്നുമാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടൊന്നും പോലീസുകാർ അങ്ങനെ വീട്ടുകാർക്ക് കൈമാറത്തില്ലല്ലോ, അതെങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്ന് പറഞ്ഞ് കാശ് കൊടുക്കുകയാണ് ആർമി ഉദ്യോഗസ്ഥൻ. മറ്റൊരു വശത്ത് JP കാണുവാൻ വേണ്ടിയിട്ട് മാലിനി എത്തും. എങ്ങനെയെങ്കിലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള കാര്യം അറിയണം, അത് മാത്രമായിരുന്നു മാലിനിയുടെ ലക്ഷ്യം. അത് മനസ്സിലാക്കിയ JP, ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാലിനി അവിടെ നിന്നും പറഞ്ഞുവിടും. അതേ സമയം തന്നെയായിരുന്നു ആ ഒരു പച്ച കളർ കാറിന്റെ ഓണറിനെ കണ്ടെത്തുന്നു. കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീർ എന്ന ആളിന്റെ പേരിലാണ്. വീറിന്റെ അഡ്രസ്സ് കണ്ടെത്തിയെത്തിയ JP യോടും കൂട്ടരോടും അവിടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്, നിങ്ങൾ വീറിനെ അന്വേഷിച്ചാണ് വന്നത്, അവൻ വളരെ മോശമായിട്ടുള്ള ആളാണ്, ആണെന്നോ പെണ്ണെന്നോ ഒന്നും അവനില്ല, ആരെ വേണമെങ്കിലും അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ നശിപ്പിക്കും, അത്തരമൊരു മോശമായിട്ടുള്ള ആളാ, കുറേ നാളായിട്ട് അവനെ കാണുന്നില്ല, അവൻ എവിടെ പോയി എന്നുള്ള കാര്യം അറിയില്ല എന്നും അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നു. എങ്ങനെങ്കിലും വീറിനെ കണ്ടെത്തണമെന്നും JP തീരുമാനിക്കും. അതേസമയം ബാബുവും രാജുവും നേരെ എത്തിയിരിക്കുന്നത് രാജുവിന്റെ കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്ന 5 സ്റ്റാർ എന്ന ഹോട്ടലിലേക്കാണ്. പേര് 5 സ്റ്റാർ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹോട്ടൽ ചെറിയൊരു ഹോട്ടലാണ്. അകത്തേക്ക് കടക്കുന്ന സമയത്ത് രാജു തന്റെ കൂട്ടുകാരനായ മണിയെ കാണുന്നു. മണിയുടെ ജോലി എന്തെന്നാൽ ഹോട്ടലിൽ വരുന്നവർക്ക് മുന്നിലായിട്ട് പെൺവേഷം കിട്ടി പാട്ടൊക്കെ പാടുക. ഇത് കാണുന്ന ബാബു രാജുവിനെ കളിയാക്കി ചിരിക്കും. ഇതാണോ നിന്റെ ഫ്രണ്ട്, പെൺവേഷം കെട്ടി നടക്കുന്നവനോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. അതേസമയം അതേ ഹോട്ടലിലായിട്ട് പോലീസുകാരൊക്കെ അന്വേഷിക്കുന്ന ആ വീറില്ലേ, അവനുണ്ടായിരുന്നു. വീർ ഉടനെ തന്നെ പെൺവേഷം കെട്ടി നിൽക്കുന്ന മണിയെ കണ്ട് മണിയോട് മോശമായിട്ട് പെരുമാറുവാനൊക്കെ ശ്രമിക്കും. എടോ, ഞാനൊരു ആണാണ്, ഞാൻ പെൺവേഷം കെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ വീറ് കേൾക്കുന്നതേയില്ല. പ്രോഗ്രാം കഴിഞ്ഞെത്തുന്ന മണിക്ക് രാജു ബാബുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മണിയെ സംബന്ധിച്ചിടത്തോളം രാജുവിനെ മാത്രമേ മണിക്ക് അറിയൂ, ബാബു ആരാണെന്ന് പോലും മണിക്ക് അറിയത്തേയില്ല. ജോലി റെഡിയാകുന്നത് വരെ എന്റെ റൂമിൽ താമസിച്ചു കൊള്ളുവാനായിട്ടും മണി ബാബുവിനോടും രാജുവിനോടും പറയും. അതേ സമയത്തായിരുന്നു മണിക്കടുത്തേക്ക് വീർ എത്തുന്നത്. മണിയെ കാണുന്ന വീർ മണിയോട് മോശമായിട്ട് പെരുമാറുവാനായും ശ്രമിക്കും. അത് കാണുന്ന ബാബുവിന് ദേഷ്യം വരികയും വീറിനിട്ടൊന്ന് കൊടുക്കുകയും ചെയ്യുന്നു. അടികൊണ്ട് തറയിൽ വീണ വീറ്, നീ ആളിനെ വിട്ട് തല്ലിക്കാറായില്ലേ എന്നെ, നിനക്ക് നോക്കിക്കോ ഞാൻ വെച്ചിട്ടുണ്ടെന്നും വീർ വെല്ലുവിളിക്കുന്നു. അതേസമയം മണിയും ബാബുവും രാജുവും അവിടെ നിന്ന് പോവുകയും ചെയ്യും. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മാലിനിക്ക് ആകെ പ്രഷറാവുകയാണ്. മാലിനിയെ സംബന്ധിച്ചിടത്തോളം മാലിനി ഈ ഒരു കേസിനെ സംബന്ധിച്ച വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊണ്ടുവന്നില്ല. അന്ന് JP പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു മാലിനിക്ക് അറിയാവുന്നതും. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മാലിനിയെ ഒരുപാട് പ്രഷർ കൊടുക്കുകയാണ്. കുറച്ച് ദിവസത്തിനകം നീ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജോലി തന്നെ പോകുമെന്നാണ് വിരട്ടുന്നത്. അത് കാരണം മാലിനി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മാലിനി നേരെ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലെത്തി എന്തെങ്കിലും വിവരം കളക്ട് ചെയ്യാമെന്ന് കരുതിയാണ് അവൾ എത്തിയതും. പക്ഷേ ആരും തന്നെ ഒരു ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നതേയില്ല. മാലിനി പോകുവാനായി ഇറങ്ങുന്ന സമയം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മാലിനിക്കടുത്തേക്ക് എത്തുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമെന്നും അയാൾ പറയുകയാണ്. പോകുന്ന സമയത്ത് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മാലിനി ചെറുതായിട്ടൊന്ന് ചോദിക്കും. മാലിനി ഇട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ കുറെ കാര്യങ്ങളൊക്കെ മാലിനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു മാലിനിക്ക്. മറ്റൊരു വശത്ത് ബാബുവിനെയും രാജുവിനെയും കാണിക്കും. ബാബുവും രാജുവും മണിക്കൊപ്പം ഇരുന്ന് സംസാരിക്കുക. ഇന്നവിടെ വെച്ച് നിന്നെ ശല്യം ചെയ്ത ആ വീറില്ലേ, അയാൾ ആരാന്ന് ചോദിക്കുമ്പോൾ, അയാൾ എപ്പോഴും ആ ഹോട്ടലിലേക്ക് വരും, വല്ലാത്ത പ്രശ്നമാ, ഞാൻ പെൺവേഷം കെട്ടി നിൽക്കുന്നത് കൊണ്ട് എന്നോട് മോശമായിട്ട് പെരുമാറുവാനായിട്ട് എന്നും ശ്രമിക്കാറുണ്ട്, അയാൾ ഒരുപാട് കാശൊക്കെയുള്ള ആളാണെന്നുള്ള കാര്യവും മണി പറയുന്നു. അത് കേട്ട ബാബുവും രാജുവും ഒരു ലഡ് പൊട്ടിയ അവസ്ഥയിലിരിക്കുക. കാരണം വീറിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഇവന്മാരാണെങ്കിലോ ഓൾറെഡി മോഷണമൊക്കെ നടത്തുകയാണല്ലോ. വീറിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ എന്താ എന്ന ചിന്ത രണ്ടാൾക്കും ഉണ്ടാകുന്നു. പച്ചക്കളർ കാറിനുള്ളിൽ നിന്നും രണ്ടുപേരുടെ ബ്ലഡിന്റെ സാന്നിധ്യമല്ലാതെ മറ്റൊരു ബ്ലഡിന്റെ സാന്നിധ്യം കൂടി കാണുന്നുണ്ട്. മിക്കവാറും അത് കൊലയാളിയുടേതാകാം.
കൊല ചെയ്യുവാനായി ശ്രമിക്കുന്ന സമയം കൊലയാളിക്കും അപകടം പറ്റിക്കാണാം. അയാളുടെ ബ്ലഡ് ആയിരിക്കാം കാറിൽ വീണിട്ടുണ്ടാവുക എന്നൊരു സംശയം ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു. ഉടനെ തന്നെ JP നേരെ എത്തുന്നത് കുട്ടികളെ രണ്ടുപേരെയും കാണാതായ ദിവസം ഏതെങ്കിലും ആക്സിഡന്റ് കേസോ മുറിവോ അങ്ങനെ വല്ലതുമായിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അന്വേഷിച്ചിരുന്നത്. എന്നാൽ ഒരു ഹോസ്പിറ്റലിൽ അന്നേ ദിവസം രണ്ടുപേർ രാത്രി എത്തിയിരുന്നു. ആക്സിഡന്റ് എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. പക്ഷേ കണ്ടിട്ട് ആക്സിഡന്റ് ആണെന്നൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പോലീസിൽ വിവരം അറിയിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ വരികയും ചെയ്തു എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. അന്നേ ദിവസം അവിടേക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും വിളിച്ചു വരുത്തുകയാണ്. രണ്ടുപേരെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അവരെ രണ്ടുപേരെയും കണ്ടിട്ട് പ്രശ്നക്കാരാണെന്നൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കംപ്ലൈന്റ് ഒന്നും എഴുതി വാങ്ങിയില്ല. അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തതെന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അത് കേട്ടതും JPക്ക് വല്ലാതെ ദേഷ്യം വരും. അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഡീറ്റെയിൽസ്, അഡ്രസ്സോ ഫോൺ നമ്പറോ വല്ലതും എഴുതി വാങ്ങിയിരുന്നു എന്ന ദേഷ്യത്തോടു കൂടി JP ചോദിക്കുമ്പോൾ അഡ്രസ്സ് എഴുതി വാങ്ങിയിരുന്നു എന്നുള്ള കാര്യവും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ അന്നവർ കൊടുത്ത അഡ്രസ്സ് JPക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ആ സീൻ അവിടെ കട്ടായി ബാബുവിനെയും രാജുവിനെയും മണിയെയുമാണ് കാണിക്കുന്നത്. അവർ മൂന്ന് പേരും കൂടി നേരെ പോകുന്നത് വീറിന്റെ വീട്ടിലേക്കും. മണിയോട് അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്, നിന്നോട് മോശമായി പെരുമാറുന്ന വീറില്ലേ, അവനിട്ട് രണ്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാ നമ്മൾ മൂന്ന് പേരും പോകുന്നത് എന്ന് പറഞ്ഞാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ വീട്ടിലേക്ക് എത്തുന്ന മണി, നീ എന്നെ ടോർച്ചർ ചെയ്യില്ലേ, നിനക്കിട്ട് രണ്ട് തരാൻ വേണ്ടിയിട്ടാ ഞാൻ എന്റെ കൂട്ടുകാരുമായി വന്നതെന്നും മണി പറയുമ്പോഴോ അകത്തേക്ക് കിടന്ന ബാബു വീറിനോട് പറയുന്നത്, ദേ നിനക്കിവനെ ഉപയോഗിക്കാനല്ലേ ആഗ്രഹം, നീ എത്ര വേണോ ഇവനെ ഉപയോഗിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് കാശ് മതി. നീ ഞങ്ങൾക്ക് കാശ് തന്നിട്ട് ഇവനുമായിട്ട് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്തോ എന്ന് ബാബു പറയുന്നു. അത് കേട്ടതും മണി ഷോക്കായി പോവുകയാണ്. മണി കരുതിയിരുന്നത് തനിക്ക് വേണ്ടിയിട്ട് അവർ വീറിനെ തല്ലുവാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ്. പക്ഷെ അവർ മണിയെ ഇട്ടുകൊടുക്കുകയാണല്ലോ ചെയ്തത്. എന്നാൽ വീർ പറയുന്നത്, എനിക്ക് അവനെ മാത്രം പോരാ, നിങ്ങളെ രണ്ടുപേരെയും കൂടി വേണം. ഞാൻ കാശൊന്നും തരാൻ പോകുന്നില്ല. നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ ഉപയോഗിക്കുമെന്ന് വീർ പറയുമ്പോഴോ അത് കേട്ട് ദേഷ്യം വന്ന ബാബുവും രാജുവും വീറിനെ തല്ലുന്നു. അവസാനം ആ ഒരു തല്ല് കൂടിക്കൂടി വീറിനെ അവർ രണ്ടുപേരും കൊല്ലുമെന്ന അവസ്ഥയായി. അത് കാണുന്ന മണി പേടിച്ചവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ വീറിനെ അവർ രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തുകയാണ്. മണി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യവും ബാബുവിനും രാജുവിനും മനസ്സിലായി. അതേസമയം വീറിന്റെ വീട്ടിലുണ്ടായിരുന്ന കാശൊക്കെ അവർ എടുക്കുകയും പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് വീറിന്റെ വീട്ടിൽ വാളിരിക്കുന്നത് കാണുന്നു. അതും പഴയ കാലത്ത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വാള്. എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതി ബാബു അത് കയ്യിലെടുക്കുകയും ചെയ്യും. അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്രസ് അന്വേഷിച്ച് ഒരു വീട്ടിലേക്ക് എത്തുകയാണ് JPയും കൂട്ടരും. അത് ആ മണിയുടെ വീടായിരുന്നു. അന്നേ ദിവസം അവർ മൂന്ന് പേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച അതേ വീടില്ലേ, അത് തന്നെയായിരുന്നു. വീടിനകത്തേക്ക് കയറി അന്വേഷിക്കും. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്തിയതേയില്ല. ആ സീൻ അവിടെ കട്ടായി ബാബുവിനെയും രാജുവിനെയും കാണിക്കും. അന്നേ ദിവസം വീറിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ബാബുവും രാജുവും. പക്ഷേ മണി അപ്പോഴേക്കും ബൈക്കുമായിട്ട് പോയിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇനി എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് വീറിന്റെ വീടിന് മുന്നിലായി കിടക്കുന്ന വീറിന്റെ കാർ കാണുന്നത്. ആ പച്ച കളർ കാറും എടുത്ത് രണ്ടാളും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി മാലിനിയാണ് കാണിക്കുന്നത്. മാലിനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ഒരു പാൽക്കാരന്റെ അടുത്തേക്കാണ്. ഈ പാൽക്കാരനെ കുറിച്ച് മാലിനി എങ്ങനെ അറിഞ്ഞെന്നാൽ JPയുടെ അസിസ്റ്റന്റായ പോലീസ് ഉദ്യോഗസ്ഥൻ മാലിനിയെ ഡ്രോപ്പ് ചെയ്യുവാനായി പോയില്ലേ, ആ സമയം കുറച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അതിൽ നിന്നുമാണ് പാൽക്കാരന്റെ കാര്യവും അറിഞ്ഞത്. പാൽക്കാരൻ എന്താണ് പറയുന്നതെന്നാൽ, അന്നേ ദിവസം പാലുമായിട്ട് വരുന്ന വഴിയില്, അതായത് കുട്ടികൾ രണ്ടുപേരും മിസ്സായ ദിവസമില്ലേ, അന്നയാൾ മഴയത്ത് പാലുമായി വരുന്ന സമയം ഒരു പച്ച കളർ കാറിൽ നിന്നും രണ്ട് കുട്ടികളുടെ കരച്ചിൽ കേട്ടു. നോക്കുമ്പോഴോ ആ കാറിലിരുന്ന രണ്ട് കുട്ടികളുടെയും കയ്യിൽ രക്തമുണ്ടായിരുന്നു. ഞാൻ ആ കാറിന് പിന്നാലെ പോയി കാർ നിർത്തിക്കുവാനായും ശ്രമിച്ചു. പക്ഷേ കുട്ടികളൊക്കെ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. അവർ വല്ലാതെ അലറി കരയുന്നുമുണ്ട്. എന്നാൽ ആ കാർ ഓടിച്ചിരുന്ന ആൾ തന്നെ ഇടിച്ചിടുകയാണ് ചെയ്തതെന്നും പാൽക്കാരൻ പറയുന്നു. പാൽക്കാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ് മാലിനി ചെയ്യുന്നതും. ബാബുവിനെയും രാജുവിനെയും നേരിൽ കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടു കൂടി അവരുടെ സ്കെച്ച് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് മണിയുടെ വീടിന്റെ ഓണറായിട്ടുള്ള ആളിനെ കൊണ്ടുവന്ന് ആ ഒരു ഫോട്ടോ കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ആരെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ആ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തത് മണിക്കാണ്. അവനൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. ആ ഒരു ഹോട്ടലില് ബാറുമുണ്ട്. ബാറിലെ ഡാൻസർ ആയിരുന്നു. വേറൊരു കാര്യങ്ങളും എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം ഓണർ പറയും. ഓണർ മണിയെ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓണറിന്റെ സഹായത്തോടു കൂടി മണിയുടെ ചിത്രവും വരച്ചെടുക്കുന്നു. എന്നാൽ അതേസമയം മാലിനി തന്റെ ജോലി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം പേപ്പറിൽ അച്ചടിച്ചിറക്കുന്നു. അത് കാണുന്ന JPക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. JP നേരെ പോകുന്നത്
വീറിന്റെ കുറച്ച് ആളുകൾക്കടുത്തേക്കാണ്. ഈ വീർ ഇടയ്ക്കിടയ്ക്ക് പല പുരുഷന്മാരുമായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. അങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ഒരുതന്റെ അടുത്തേക്കാണ് ജെ പി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജെ പി അയാളോട് പറയുന്നത്, നീ ഇപ്പോൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് വീറുമായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമായിരുന്നു. വീർ ഇപ്പോൾ എവിടെയാണുള്ളത്, അവന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരണമെന്നൊക്കെ ജെ പി അയാളോട് പറയുന്നു. ഉടനെ തന്നെ അയാൾ ജെ പിയും കൂട്ടി വീറിന്റെ വീട്ടിലേക്ക് പോകും. ഒരുപാട് തവണ കതകിൽ മുട്ടും. പക്ഷേ ആരും തന്നെ കതക് തുറക്കുന്നതേയില്ല. അവസാനം കതക് തല്ലി തുറന്ന് അകത്തേക്ക് കടക്കുമ്പോഴോ വീട്ടിലൊരു മോഷണം നടന്നതിന്റെ ലക്ഷണമെല്ലാമുണ്ട്. സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം അകത്തുനിന്നും വീറിന്റെ ഡെഡ് ബോഡിയും കിട്ടുകയാണ്. ആരോ വീറിനെ കൊല ചെയ്തു എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. പണ്ടത്തെ ഒരു ജന്മിയായിരുന്നു വീർ. അതുകൊണ്ട് തന്നെ വീറിന്റെ വീട്ടില് പഴയ കാലത്തെ വാളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം വീറിന്റെ കൂട്ടാളി വഴി ജെ പി അറിയുകയാണ്. അപ്പോൾ ഇവിടേക്ക് വന്ന കൊലയാളികൾ വീറിനെ കൊല ചെയ്തതിനു ശേഷം ആ ഒരു വാളും കൈക്കലാക്കി വീറിന്റെ പച്ച കളർ കാറിലായിരിക്കാം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക എന്ന കൺക്ലൂഷനിലെത്തുകയാണ് ജെ പിയും കൂട്ടരും. അതേസമയം ബാബുവിനെയും രാജുവിനെയും കാണിക്കും. രണ്ടാളും വല്ലാതെ പേടിച്ച അവസ്ഥയിലാണ്. കാരണം അവർ വീറിനെ കൊല ചെയ്യുന്നത് മണി കണ്ടിരുന്നല്ലോ. ഇനി പോലീസിൽ അറിയിക്കുമോ എന്ന ടെൻഷനായിരുന്നു രണ്ടാൾക്കും. അതുകൊണ്ട് തന്നെ മണിയെ കൊലപ്പെടുത്തണമെന്നും ബാബു രാജുവിനോട് പറയുന്നു. മണിയെ അന്വേഷിച്ചവർ പോവുകയാണ്. എന്നാൽ മണിയാണെങ്കിലോ ബാബുവും രാജുവും ചെയ്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ അതൊക്കെ മറന്ന് തന്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നു. പതിവ് പോലെ ബാറിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് മണി. എന്നാൽ അവിടേക്ക് എത്തുന്ന ബാബുവും രാജുവും മണിയെ പിടികൂടി കടത്തിക്കൊണ്ട് പോകുവാനായും ശ്രമിക്കും. ബാറിന്റെ ഓണർ വന്നിട്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്തിനാ അവനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ക്വസ്റ്റ്യൻ ചെയ്യുവാനായി കൊണ്ടുപോവുകയാണെന്ന് കള്ളം പറഞ്ഞാണ് മണിയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നത്. മണി വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഹോട്ടൽ കണ്ടെത്തുകയാണ്. ആ ഒരു ഹോട്ടലില് ബാറുമുണ്ട്. ബാർ നടത്തുന്ന ഓണറിന്റെ അടുത്തേക്ക് എത്തി മണിയെ കുറിച്ച് അന്വേഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ലേ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് മണിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതെന്നും അയാൾ പറയുമ്പോഴോ, ഞങ്ങൾ ആരും മണിയെ കൊണ്ടുപോയിട്ടില്ല, ദേ ഇവന്മാരാണോ എന്ന് ചോദിച്ച് ബാബുവിന്റെയും രാജുവിന്റെയും സ്കെച്ച് എടുത്ത് കാണിക്കുന്നു. അതെ അതെ, ഇവർ തന്നെയാണ് മണിയെ കൊണ്ടുപോയതെന്നും ബാർ ഓണർ പറയും. അതേസമയം ബാബുവും രാജുവും മണിയെ കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. മണിയെ ഒരു കാട്ടിലേക്കാ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ പഴയൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുമുണ്ട്. ആ വീടിനകത്തേക്കാ കൊണ്ടുവരുന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല, എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നൊക്കെ മണി എത്ര തന്നെ കെഞ്ചിയിട്ടും അവർ രണ്ടുപേരും കേൾക്കുന്നതേയില്ല. മണിയെ എങ്ങനെയെങ്കിലും തീർക്കുക, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതേസമയം അതേ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തില് ഒരു കാമുകനും കാമുകിയും റൊമാൻസ് ചെയ്യുവാനായി എത്തിയിട്ടുണ്ട്. കാമുകിക്ക് കുടിക്കുവാനായിട്ട് വെള്ളം വാങ്ങുവാനായിട്ട് കാമുകൻ പോയ സമയം കാമുകിയുടെ ഒറ്റയ്ക്കാണ്. എന്നാൽ അത് മനസ്സിലാക്കിയ ബാബു ഉടനെ തന്നെ കാമുകിയെ അവിടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് മണിയോട് പറയുന്നുണ്ട്, ഓക്കെ ശരി, നീ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കാം, നിന്നെ വെറുതെ വിടാം. ഞങ്ങളൊരു കൊല ചെയ്തു, അതുപോലെ നീയും ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ ഈക്വൽ ആയില്ലേ, ഞങ്ങൾക്കപ്പോൾ പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് വീറിന്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന വാൾ മണിയുടെ കയ്യിൽ കൊടുക്കുന്നു. നീ ഇപ്പോൾ ഇവളെ കൊല ചെയ്യണമെന്നും ബാബു പറയുമ്പോഴോ, എനിക്കതിന് കഴിയത്തില്ല എന്ന് പറഞ്ഞ് മണി കെഞ്ചി പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു കാമുകിക്ക് വേണ്ടിയിട്ട് വെള്ളവും വാങ്ങിക്കൊണ്ടുവന്ന കാമുകൻ കാമുകി കാണാത്തത് കൊണ്ട് തന്നെ ഉടനെ തന്നെ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. പോലീസൊക്കെ വരുന്നത് മനസ്സിലാക്കിയ ബാബുവും രാജു മണിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പോലീസ് അവിടേക്ക് വരുന്ന സമയത്ത് മണി ഓടിച്ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിൽ വീണ് കെഞ്ചുന്നു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ അവന്മാർ എന്നെ കൊന്നുകളയും, അവരുടെ കയ്യിൽ എന്നെ പെട്ടാൽ എന്റെ കാര്യം തീർന്നു എന്നൊക്കെ പറഞ്ഞാണ് മണി കരയുന്നതും. അതേസമയം മരണപ്പെട്ടു പോയ കുട്ടികളുടെ അമ്മയെ കാണിക്കുകയാണ്. അമ്മ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. എന്നാൽ തന്റെ സങ്കടമെല്ലാം മറക്കുവാൻ വേണ്ടിയിട്ടാണ് അമ്മ സ്കൂളിലേക്ക് എത്തുന്നതും. സ്കൂളിലെത്തിയാലും വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസിക നില തെറ്റിയവരെ പോലെയുള്ള പെരുമാറ്റമൊക്കെയായിരുന്നു ആ കുട്ടികളുടെ അമ്മയ്ക്കുള്ളതും. അത് മനസ്സിലാക്കിയ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ, നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ മോശമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നാൽ മതിയെന്നും അമ്മയോട് പറയുന്നു. അങ്ങനെ ആ ഒരു അമ്മയാണെങ്കിലോ റോഡിലൂടെ നടന്നു പോകുന്ന സമയം റോഡിലൂടെ പോകുന്നൊരു കാർ അമ്മയ്ക്കടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ലിഫ്റ്റ് വേണോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും, ഇതുപോലൊരു കാറിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിപ്പോയാണല്ലോ തന്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് ചിന്തിച്ച അമ്മ ഒരു ഭ്രാന്തിയെ പോലെ ആവുകയും അവിടെയുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കാറിലേക്ക് എറിയുകയും ചെയ്തു. ആ ഒരു കാറിൽ ഒരു ഗർഭിണി പെൺകുട്ടിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാറുകാർ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണ്. എന്നാൽ അവർക്ക് ഈ അമ്മയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, മരണപ്പെട്ടു പോയ കുട്ടികളുടെ അമ്മയാണത്, അതുകൊണ്ട് തന്നെ
അവർക്ക് ചെറിയ മാനസിക പ്രശ്നവുമുണ്ട്. നിങ്ങളിത് കേസാക്കണ്ട എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ, അയ്യയ്യോ ഇത് ആ അമ്മയായിരുന്നു, എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കേസും പിൻവലിച്ച് അവരവിടെ നിന്ന് പോകുന്നു. അതേസമയം മരണപ്പെട്ടു പോയ കുട്ടികളുടെ അച്ഛനായ ആർമി ഉദ്യോഗസ്ഥന് കുട്ടികളുടെ റിപ്പോർട്ട് കിട്ടുകയാണ്. റിപ്പോർട്ടിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് അച്ഛനാകെ തകർന്നു പോകുന്നു. അതിലുണ്ടായിരുന്നത് പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്രൂരമായി ദ്രോഹിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് അവരെ കൊല ചെയ്തിരിക്കുന്നത് എന്നതായിരുന്നു. അത് വായിച്ച അച്ഛൻ ആകെ തകർന്നു പോവുകയാണ്. ചെറിയ കുട്ടികളെ ഇങ്ങനെയൊക്കെ കൊല ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നുന്നു? എന്റെ മക്കൾ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചു കാണുമെന്നൊക്കെ അച്ഛൻ ചിന്തിച്ച് കരയുന്നു. ബന്ധുവായ പയ്യൻ റിപ്പോർട്ട് വായിച്ചു നോക്കുവാനായി എടുക്കുമ്പോഴോ, നീ ഇത് നോക്കരുതെന്ന് പറഞ്ഞ് അച്ഛൻ ആ റിപ്പോർട്ട് വാങ്ങുവാനായി ശ്രമിക്കുമെങ്കിലും ആ പയ്യൻ റിപ്പോർട്ട് വായിച്ച് ആകെ തകർന്നു പോവുകയാണ്. മറ്റൊരു വശത്ത് മണിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ജേബ് മണിയെ ചോദ്യം ചെയ്യുന്ന സമയത്തോ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മണി തുറന്നു പറയുന്നു. നമ്മളെ കാണിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം മണി തുറന്നു പറയുകയാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്മാരാണ് അവന്മാർ, എന്നെ കയ്യിൽ കിട്ടിയ കൊന്നു കളയുമെന്നൊക്കെ മണി പറയുന്നുണ്ട്. മണി പറയുന്നതെല്ലാം കേട്ട് മണി കുറ്റക്കാരനല്ല എന്നും ഇതിനെല്ലാം പിന്നിൽ ബാബുവും രാജുവുമാണെന്നും ജെപിക്ക് മനസ്സിലായി. അതേസമയം ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. അന്നേ ദിവസം മണിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും കാറിൽ പോവുകയായിരുന്നു. നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാമെന്ന് രാജു ബാബുവിനോട് പറയുമ്പോഴോ, ഒരു കാര്യം കൂടി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും ബാബു പറയുന്നു. അതേ സമയമായിരുന്നു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സുമനെയും സഹോദരനെയും കാണുന്നത്. അവർ രണ്ടുപേരും കാറിന് ലിഫ്റ്റ് ചോദിക്കുകയാണ്. അത് കാണുന്ന ബാബു ഇവരെ തൂക്കിയാലോ എന്ന് രാജുവിന് കണ്ണു കാണിക്കുമ്പോൾ വേണ്ട എന്ന് എത്ര തന്നെ രാജു പറഞ്ഞിട്ടും അതൊന്നും ബാബു കേൾക്കുന്നതേയില്ല. അതോടുകൂടി 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക. ഇന്ന് മുഴുവൻ 4 എപ്പിസോഡുകളുടെ കഥയാണ് നോക്കിയിട്ടുള്ളത്. അടുത്തടുത്തായിട്ട് എന്തൊക്കെ സംഭവിച്ചു, രാജുവിനെയും ബാബുവിനെയും കണ്ടെത്തിയോ, സുമനും സുമന്റെ സഹോദരനെയും അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ അറിയണ്ടേ? ബാക്കിയുള്ള എപ്പിസോഡുകളുടെ കഥ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.